Hi all, welcome to TRACE TVM. എൻ്റെ പേര് ഡാരിസ് എം എസ്. സോ ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രിയെ കുറിച്ചാണ്. സോ കുറച്ച് സിമ്പിൾ ട്രിക്സുകളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് മുന്നേ ജനറൽ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയാം. നമുക്ക് 10ാം ക്ലാസ് വരെ ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും നിസ്സംശയം കണ്ണടച്ച് പറയുക ഏതാണത് ഓർഗാനിക് കെമിസ്ട്രിയാണ്. പക്ഷെ നമ്മൾ +1 +2 അങ്ങോട്ട് കഴിഞ്ഞ് നമ്മൾ എൻട്രൻസ് ഫീൽഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ അതും പറയുന്ന പേര് ഏത് തന്നെയാണ്? ഓർഗാനിക് കെമിസ്ട്രി എന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഓർഗാനിക് കെമിസ്ട്രി ഇങ്ങനെ ബുദ്ധിമുട്ടായി വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതിനും നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതിന്റെ പ്രശ്നങ്ങളും ഉണ്ടാകും. സോ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ട്രിക്കുകളാണ് കാണിച്ചു തരാൻ പോകുന്നത്. നിസ്സാരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓർഗാനിക് കെമിസ്ട്രി കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മിനിറ്റ് പോലും നമുക്ക് വേണ്ട എന്ത് ചെയ്യാൻ ഓർഗാനിക് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഞാൻ അതിലെ ഏറ്റവും ഒറ്റ മെത്തേഡ് ഞാൻ നമുക്ക് കാണിക്കുന്നുള്ളൂ. ഇതേപോലെ ഒരു 3-4 മെത്തേഡുകളുണ്ട്. അതോടെ നിങ്ങളുടെ ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 2 മണിക്കൂർ സമയം ഉണ്ടെങ്കിൽ മുഴുവൻ ഓർഗാനിക് കെമിസ്ട്രി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. സോ അതിലൊരു ട്രിക്സ് ആണ് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു ബെൻസീൻ ടൈപ്പ് റിയാക്ഷൻസ്. ഓക്കെ, നമ്മൾ ബെൻസീൻ ടൈപ്പ് റിയാക്ഷൻസ് ആണ് നോക്കുന്നത്. അതായത് ബെൻസീൻ അല്ലെങ്കിൽ ആരോമാറ്റിക് കോമ്പൗണ്ടുകളെ കുറിച്ച്. സോ നമ്മൾ അതിനെ കുറിച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ എങ്ങനെയാണ് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതും എങ്ങനെ അറ്റൻഡ് ചെയ്യാമെന്നുമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കാം. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിച്ചോളാം. ഇതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനം, വെരി വെരി നോൺ. ഇതാണ് എന്ന് പറയുന്നത് ബെൻസീൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ബെൻസീൻ റിംഗിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം വിത്ത് റെസ്പെക്ട് ടു എ സബ്സ്റ്റിറ്റ്യൂവന്റ്, ഒരു സബ്സ്റ്റിറ്റ്യൂവന്റിനെ വെച്ചുകൊണ്ട് നമ്മൾ പറയും ഇതാണ് അവന്റെ എന്ത് പൊസിഷൻ എന്ന് പറയുന്നത്? ഓർത്തോ പൊസിഷൻ. ഇതാണ് അവന്റെ എന്ത് പൊസിഷൻ എന്ന് പറയുന്നത്? മെറ്റാ പൊസിഷൻ. നേരെ ഓപ്പോസിറ്റ് ഉള്ള ഈ പൊസിഷനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ഇതാണ് വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് പാരാ പൊസിഷൻ എന്ന് പറയുന്നത്. സോ ഈ സബ്സ്റ്റിറ്റ്യൂവന്റ് ഇരിക്കുന്ന കാർബൺ വിളിക്കുന്ന ഒരു പേരുണ്ട്, അതെന്താണ്? ഇപ്സോ കാർബൺ എന്ന് പറയും. സോ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂവന്റിനെ വെച്ചുകൊണ്ട് ആ സബ്സ്റ്റിറ്റ്യൂവന്റ് ഇരിക്കുന്ന കാർബൺ ഇപ്സോ കാർബൺ, തൊട്ടടുത്തിരിക്കുന്നത് ഓർത്തോ കാർബൺ, അത് കഴിഞ്ഞിട്ടുള്ളത് മെറ്റാ കാർബൺ, നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നതാണ് എന്ന് പറയുന്നത് പാരാ കാർബൺ. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഇതിലേക്ക് ഒരു ന്യൂക്ലിയോഫൈലിനെ അതല്ല എങ്കിൽ ഒരു ഇലക്ട്രോഫൈലിനെ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യിപ്പിക്കാൻ പോവാണ്. ശ്രദ്ധിക്കുക, ഒന്നിൽ ഒരു ന്യൂക്ലിയോഫൈൽ അതല്ല എങ്കിൽ ഒരു ഇലക്ട്രോഫൈലിനെ കൊണ്ടുവന്ന് ഞാൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യിപ്പിക്കാൻ പോവാം. എവിടെയാണ് റിയാക്ഷൻ നടക്കുന്നത്? സോ ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. പല സ്ഥലങ്ങളിൽ റിയാക്ഷൻസ് നടക്കാം. ഒന്നുകിൽ ഈ എക്സ് എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂവന്റിൽ നടക്കാം, അതല്ല എങ്കിൽ നമ്മുടെ ഓർത്തോ മെറ്റാ പാരാ പൊസിഷൻസിൽ നടക്കാം. എങ്ങനെയാണ് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്? ഈ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നോക്കുക, ഞാൻ ഒരു സിമ്പിൾ റിയാക്ഷൻ ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ശ്രദ്ധിച്ചു നോക്കുക. ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂവന്റ് എക്സ് എന്ന് തന്നെ വെക്കാൻ പോവാണ്. ഞാൻ ഇതിലേക്ക് ഒരു CH3Cl സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൽക്കൈൽ ഹാലൈഡ് ആണ് CH3Cl നെ കൊണ്ടുവന്ന് അറ്റാക്ക് ചെയ്യിപ്പിക്കാൻ പോകും. ഇൻ പ്രസൻസ് ഓഫ് എ ലൂയിസ് ആസിഡ്, ഒരു ലൂയിസ് ആസിഡിന്റെ പ്രസൻസിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കട്ടെ, ഈ സബ്സ്റ്റിറ്റ്യൂവന്റിന് അനുസരിച്ച് നമ്മുടെ റിയാക്ഷൻസ് ചേഞ്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഈ സബ്സ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പോ അതല്ല എങ്കിൽ ഇതൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആവാം. 2 പോസിബിലിറ്റി നമ്മുടെ മുമ്പിലുള്ളൂ. ഒന്നുകിൽ അതൊരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആവാം, അതല്ല എങ്കിൽ അതൊരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആവാം. 2 പോസിബിലിറ്റി നമ്മുടെ മുമ്പിലുള്ളൂ. വിത്ത് റെസ്പെക്ട് ടു ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഓർ വിഡ്രോയിങ് ഗ്രൂപ്പ് നമുക്ക് പറയാം ആൽക്കൈൽ ഹാലൈഡ് എവിടെയാണ് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യമേ നിങ്ങളോട് ഒരു കാര്യം പറയാം, ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണോ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണോ എന്ന് നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? സിമ്പിൾ ട്രിക്കാണ്, ശ്രദ്ധിച്ചിരുന്നോളൂ. ഇത് നമ്മുടെ ബെൻസീൻ റിംഗിൽ ഒരു മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റം, ഓക്കെ, മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റം ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നോക്കിക്കോളൂ, ഞാൻ ബെൻസീൻ റിംഗ് എടുക്കുന്നു, ഒരു മോസ്റ്റ് ഞാൻ ഒരു ഗ്രൂപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ OCH3 ഗ്രൂപ്പ്. ഓക്കെ, OCH3 ഗ്രൂപ്പ്. ഇവിടെ ശ്രദ്ധിക്കാം, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഉണ്ട്. ആരാണ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ്? നമുക്ക് എല്ലാവർക്കും അറിയാം, പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ ആണോ കാർബൺ ആണോ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ എന്ന് ചോദിച്ചാൽ നമ്മൾ നിസ്സംശയം പറയും അത് ആർക്കാണ്? ഓക്സിജൻ ആണ്. സോ ഓക്സിജൻ ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ഗ്രൂപ്പാണ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഇനി മോസ്റ്റ് ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് അല്ല അറ്റാച്ച് ചെയ്തിരിക്കുന്നെങ്കിൽ നമുക്ക് പറയാം അതെന്താണ്? വിഡ്രോയിങ് നേച്ചർ ഉള്ളവരാണ്. ഫോർ എക്സാമ്പിൾ നോക്കിക്കോളൂ, ശ്രദ്ധിച്ചോളൂ,
ഒരു ബെൻസീൻ എടുക്കുന്നു, ഞാൻ NO2 ഗ്രൂപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ശ്രദ്ധിക്കാം, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ആരാണ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആരാണ്? നമുക്കറിയാം നൈട്രജൻ കഴിഞ്ഞിട്ടാണ് ഓക്സിജൻ വരുന്ന പീരിയോഡിക് ടേബിൾ. സോ ഓക്സിജൻ ആണ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഏതിനേക്കാളും? നൈട്രജനേക്കാളും. സോ ഓക്സിജൻ അല്ല ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എന്ത് ഗ്രൂപ്പാണ്? ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. ഐഡിയ കിട്ടിയോ? സിമിലർലി നമുക്ക് ഏത് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും, നമുക്ക് ഏത് സബ്സ്റ്റിറ്റ്യൂന്റ് തന്നാലും നമുക്ക് പറയാം അത് ഡൊണേറ്റിംഗ് ആണോ വിഡ്രോയിങ് ആണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ ശ്രദ്ധിക്കാം, ഇങ്ങനെയുള്ള ഗ്രൂപ്പ് ഡൊണേറ്റിംഗ് ആണോ വിഡ്രോയിങ് ആണോ ഇരിക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എന്റെ ആൽക്കൈൽ ഹാലൈഡോ അല്ലെങ്കിൽ എന്റെ ഏതൊരു ന്യൂക്ലിയോഫൈലോ അതല്ലെങ്കിൽ ഇലക്ട്രോഫൈൽസോ എല്ലാം വന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്? റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഒരു സിമ്പിൾ ട്രിക്സ് ആണ്. ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇരിക്കുന്നു. ശ്രദ്ധിക്കാൻ, ഏതോ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്, ഏതോ ആയിക്കോട്ടെ, നമുക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇരിക്കും. നമ്മൾ +1 പഠിച്ചിട്ടുണ്ട് റെസൊണൻസ് ഫിനോമിന എന്നത്. എന്താണ് റെസൊണൻസ് ഫിനോമിന എന്ന് പറയുന്നത്? യെസ്, ഡീലോക്കലൈസേഷൻസ് ആണ്. ഇലക്ട്രോൺസുകളുടെ ഡീലോക്കലൈസേഷൻ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡബിൾ ബോണ്ടുകളുടെ ഡീലോക്കലൈസേഷൻ ആണ് എന്ന് പറയുന്നത് റെസൊണൻസ് ഫിനോമിന എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇരിക്കുന്നു. ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇരിക്കുമ്പോൾ ഓർത്തോളുക, എന്റെ ഓർത്തോ പൊസിഷനിലും പാര പൊസിഷനിലും എന്ത് കിട്ടുന്നു? നെഗറ്റീവ് ചാർജ്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് ചാർജ്? അത് നമ്മൾ അവിടെ ഡീലോക്കലൈസേഷൻ മൊത്തം വരച്ച് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇത്രയും ചിന്തിച്ചാൽ മതി. ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്, ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നവരാണ്. അവർ ആരുടെ അടുത്തേക്ക് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നു? ബെൻസീൻ റിംഗിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നു. സോ ബെൻസീൻ റിംഗിൽ ഇലക്ട്രോൺസിനെ കിട്ടുവാണ് ചെയ്ത്, കിട്ടിയപ്പോൾ നെഗറ്റീവ് ചാർജ്. സോ ആ നെഗറ്റീവ് ചാർജ് ഓർത്തോ പാര പൊസിഷനിൽ ഡെവലപ്പ് ചെയ്യും. ഇനി അതെല്ലാം ശ്രദ്ധിക്കുക, ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ് ഇരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. എന്താ വിഡ്രോയിങ് ഗ്രൂപ്പിന്റെ കൺസെപ്റ്റ്? ഇലക്ട്രോൺസിനെ എല്ലാം വിഡ്രോ ചെയ്തുകൊണ്ട് പോവാണ്. എവിടെ നിന്നാണ് വിഡ്രോ ചെയ്യുന്നത്? ബെൻസീൻ റിംഗിൽ നിന്ന് ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്തുകൊണ്ട് പോകും. സോ ബെൻസീൻ റിംഗിൽ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുന്നു. സോ എനിക്ക് എന്ത് ചാർജ് കിട്ടുന്നു? നഷ്ടപ്പെടുമ്പോൾ പോസിറ്റീവ് ചാർജ്. അതും എവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഓർത്തോ പാര പൊസിഷൻസിൽ. ശ്രദ്ധിക്കാം, എന്ന് പറഞ്ഞാൽ ഒരു ഡൊണേറ്റിംഗ് ഗ്രൂപ്പോ അതല്ല എങ്കിൽ ഒരു വിഡ്രോയിങ് ഗ്രൂപ്പോ വന്ന് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർത്തോ പാര പൊസിഷൻസിൽ മാത്രമേ നെഗറ്റീവ് ചാർജ് ആയാലും പോസിറ്റീവ് ചാർജ് ആയാലും ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ യാതൊരുവിധ കാരണവശാലും നിങ്ങൾക്ക് ചാർജ് എവിടെ വരത്തില്ല? മെറ്റാ പൊസിഷനിൽ വരത്തില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇതിലേക്ക് ഒരു ന്യൂക്ലിയോഫൈലിനെ അറ്റാക്ക് ചെയ്യിക്കാൻ പോവാണ് ഒരു ലൂയിസ് ആസിഡിന്റെ പ്രസൻസിൽ. ഓക്കെ, ഏതെങ്കിലും ഒരു ലൂയിസ് ആസിഡിന്റെ പ്രസൻസിൽ ഒരു ന്യൂക്ലിയോഫൈലിനെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. എന്ത് സംഭവിക്കും? ഇത് നോക്കുക, ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ഉള്ളവരാണ്. നെഗറ്റീവ് ചാർജ് ഉള്ളവർ എവിടെയേ പോകത്തുള്ളൂ? വീണ്ടും ചെന്ന് നെഗറ്റീവിലേക്ക് അടിക്കാൻ ശ്രമിക്കോ? ഒരിക്കലുമില്ല. അത് എവിടെയേ പോകത്തുള്ളൂ? അതെന്റെ മെറ്റാ പൊസിഷനിലേക്ക് പോകത്തുള്ളൂ. പറഞ്ഞ കാര്യം മനസ്സിലാവും? ഒരു പോസിബിലിറ്റി, ഒരു പ്രോഡക്റ്റ് കിട്ടി, ഒരു ഐഡിയ കിട്ടി. എന്ന് പറഞ്ഞാൽ ഒരു ഡൊണേറ്റിംഗ് ഗ്രൂപ്പിലേക്ക് ഒരു ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അത് എവിടെയേ പോകത്തുള്ളൂ? മെറ്റാ പൊസിഷനിലേ പോകത്തുള്ളൂ. ഇനി ശ്രദ്ധിക്കാം, ഞാൻ ഇവിടുന്ന് ഇതിലേക്ക് ഒരു ഇലക്ട്രോഫൈലിനെയാണ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു ഇലക്ട്രോഫൈലാണ്. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് ചാർജ് ഉള്ളവര്. അപ്പൊ നോക്കുക, എവിടെയാണ് ചെന്ന് അറ്റാക്ക് ചെയ്യുന്നത്? പോസിറ്റീവ് ചാർജ് ഉള്ള നെഗറ്റീവ് ചാർജിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ അത് പോകുന്നത് ഒന്നുകിൽ ഓർത്തോ അല്ലെങ്കിൽ പാര പൊസിഷനിൽ. എവിടെയാ മോസ്റ്റ് ഓഫ് ദ ചാൻസ് പോകാൻ? പാര പൊസിഷൻ. കാരണം ബൾക്കി ഗ്രൂപ്പ് സ്റ്റെറിഫിക്കൻസ് ഒഴിവാക്കാൻ മോസ്റ്റ് ഓഫ് ദ ചാൻസും പാര പൊസിഷനിലേക്ക് പോകത്തുള്ളൂ. ഐഡിയ കിട്ടിയോ? സോ രണ്ട് ഈസി ആയിട്ടുള്ള ഐഡിയകളാണ് കിട്ടിയത്. ഒരു ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നാൽ ന്യൂക്ലിയോഫൈൽ വരുമ്പോൾ അവിടെ പോകുന്നു, ഇലക്ട്രോഫൈൽ വരുമ്പോൾ അവിടെ പോകുന്നു. രണ്ടാമത്തെ കേസ് ശ്രദ്ധിക്കാം, ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിലേക്ക് ഒരു ന്യൂക്ലിയോഫൈലും ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിലേക്ക് ഒരു ഇലക്ട്രോഫൈലും വന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്ത് സംഭവിക്കും? അപ്പൊ ഒരു ന്യൂക്ലിയോഫൈൽ വന്നിട്ടുണ്ടെങ്കിൽ എവിടേക്കാണ് പോകാൻ ചാൻസ് ഉള്ളൂ? നെഗറ്റീവ് ചാർജ് ഉള്ളവരാണ്, അവ പോസിറ്റീവ് ചാർജിലേക്ക് പോകാൻ ചാൻസ് ഉള്ളൂ. സോ ഓർത്തോ പൊസിഷനിലേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഇലക്ട്രോഫൈൽ പോസിറ്റീവ് ചാർജ് ഉള്ളവരാണ്, അവൻ എവിടേക്ക് പോകുള്ളൂ? ചാർജ് ഇല്ലാത്ത മെറ്റാ പൊസിഷനിലേക്ക്. സോ ഞാൻ 4 കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുമ്പോൾ ന്യൂക്ലിയോഫൈലും ഇലക്ട്രോഫൈലും വന്നു കഴിഞ്ഞാൽ എവിടെ അറ്റാക്ക് ആണ്. രണ്ടാമത്തെ കാര്യം, ഒരു വിഡ്രോയിങ് ഗ്രൂപ്പ് ഇരിക്കുമ്പോൾ ന്യൂക്ലിയോഫൈലും ഇലക്ട്രോഫൈലും വന്നാൽ എവിടെ അറ്റാക്ക് ചെയ്യും. ഇത് ഒരു പോസിബിലിറ്റിയാണ്. ഒരു പോസിബിലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ശ്രദ്ധിച്ചോണം. ഈ പ്രസൻസ് ഓഫ് ആരെ നടക്കത്തുള്ളൂ? ലൂയിസ് ആസിഡേ നടക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ലൂയിസ് ആസിഡ് ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും? അന്നേരം ഓർക്കുക, ആ സമയത്ത് എന്റെ സബ്സ്റ്റിറ്റ്യൂവന്റിലായിരിക്കും റിയാക്ഷൻ നടക്കുന്നത്.
ശ്രദ്ധിച്ചോണം. ലൂയിസ് ആസിഡിന്റെ ആബ്സെൻസിൽ എന്റെ സബ്സ്റ്റിറ്റ്യൂവന്റിലായിരിക്കും റിയാക്ഷൻ നടക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ കേസുകളും നമുക്ക് ആരായിരിക്കും വരുന്നത്? ഒന്നുകിൽ അതൊരു OH ഗ്രൂപ്പ് ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു NH2 ഗ്രൂപ്പ് ആയിരിക്കും. ഈ രണ്ട് ഗ്രൂപ്പുകളിലായിരിക്കും റിയാക്ഷൻസ് നടക്കാൻ ചാൻസ് ഉള്ളത്. ശ്രദ്ധിച്ചോളൂ, ഡൊണേറ്റിംഗ് ഗ്രൂപ്പിലെ റിയാക്ഷൻസ് നടക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കിക്കോളുക. ഇതാണ് എന്റെ ബെൻസീറിന്, ഇതിനകത്ത് ഒരു OH ഗ്രൂപ്പ് ഇരിക്കുന്നു. ഞാൻ ഒരു CH3COCl അറ്റാക്ക് ചെയ്യാൻ വന്നു. ആസിഡ് ക്ലോറൈഡിനെ അറ്റാക്ക് ചെയ്യാൻ വന്നു. എന്ത് സംഭവിക്കും? CH3CO+ ഇതാണ് എന്റെ ഇലക്ട്രോഫൈൽ. നോക്കുക, ഞാൻ ലൂയിസ് ആസിഡിനെ തന്നിട്ടില്ല. എന്ത് സംഭവിക്കും? എന്റെ ഫങ്ഷണൽ ഗ്രൂപ്പിൽ റിയാക്ഷൻ നടക്കും. എന്ന് പറഞ്ഞാൽ എന്റെ ആസിഡ് ക്ലോറൈഡ് ഇവിടെ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു. എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചുള്ള OCOCH3 ഇതാണ് കിട്ടുന്ന പ്രോഡക്റ്റ്. പകരം നോക്കിയുള്ള ഞാൻ ഇവിടെ ഇതേ പ്രോബ്ലം തന്നെ എടുക്കുവാണ്. ഇതിലേക്ക് ഞാൻ ഒരു ലൂയിസ് ആസിഡിനെ കൊടുക്കാൻ പോവാണ്. ഓക്കെ, OH CH3COCl ആസിഡ് ക്ലോറൈഡ് എടുത്തു. ഞാൻ ഒരു AlCl3 കാറ്റലിസ്റ്റിനെ എടുത്തു. ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റ്. ശ്രദ്ധിക്കുക, എന്ത് സംഭവിക്കും? നോക്കുക, ലൂയിസ് ആസിഡ് കാറ്റലിസ്റ്റ് ഉണ്ടെങ്കിൽ എവിടെ റിയാക്ഷൻ നടക്കുള്ളൂ? ഓർത്തോ മെറ്റാ പാരാ പൊസിഷൻസിലേ നടക്കുള്ളൂ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം CH3CO+ ആണ് ഇലക്ട്രോഫൈൽ ആണ് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. ഈ ഇരിക്കുന്നത് എന്താണ്? OH ഒരു ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്റെ ഓർത്തോ പാരാ പൊസിഷനിൽ നെഗറ്റീവ് ചാർജ് കിട്ടും. സോ വന്ന് അറ്റാക്ക് ചെയ്യാൻ വരുന്നവരാണ് പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഫൈൽ ആണ്. എവിടെ അറ്റാക്കിംഗ് നടക്കും? തീർച്ചയായിട്ടും വന്നിട്ട് പാരാ പൊസിഷൻ. മെജോറിറ്റി പോകുന്നത് എവിടെയാണ്? പാരാ പൊസിഷൻ. കാരണം സ്റ്റെറിക് ഇൻഫ്ലുവൻസ്. സോ എന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഇതായിരിക്കും കിട്ടുന്നത്. ഇത് OH ഗ്രൂപ്പ്, പാരാ പൊസിഷനിൽ COCH3. കണ്ടോ, ഇത്രയുള്ള പരിപാടി. ഇതേപോലെയാണ് നമ്മുടെ എല്ലാ ഓർഗാനിക് കെമിസ്ട്രിയും. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, ഇപ്പൊ 4 കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വരുമ്പോൾ എന്ത് സംഭവിക്കും? വിഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ദെൻ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ലൂയിസ് ആസിഡ് എന്താണ് സംഭവിക്കുന്നത്? 4 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കാം, ഞാൻ വേറൊരു പോസിബിലിറ്റി കൂടി നിങ്ങളോട് പറയുവാണ്. ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പും ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പും ഇരിക്കുന്നു. ഓക്കെ, ഞാൻ ഒരു ആസിഡ് ക്ലോറൈഡിനെ ഇട്ടുന്നു, CH3COCl കാറ്റലിസ്റ്റ് ആണ് തന്നിട്ടില്ല. എന്ത് സംഭവിക്കും? മോസ്റ്റ് ഓഫ് ദ കേസും ഞാൻ പറഞ്ഞു ഇത് ഇലക്ട്രോഫൈൽ ആണ്. എന്നിട്ട് ആരെ അറ്റാക്ക് ചെയ്യുള്ളൂ? ഡൊണേറ്റിംഗ് ഗ്രൂപ്പിനെ അറ്റാക്ക് ചെയ്യത്തുള്ളൂ. പറഞ്ഞ കാര്യം മനസ്സിലായോ? സോ പ്രിഫറൻസ് എന്ത് കിട്ടി? ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നോക്കിക്കോളൂ, ഇതാ ഒരു OH ഗ്രൂപ്പ് ഇരിക്കുന്നു, ഒരു COOH ഗ്രൂപ്പ് ഇരിക്കുന്നു. ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്, വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. സോ എന്ത് സംഭവിക്കും? CH3COCl അറ്റാക്ക് ചെയ്യാൻ വന്നു. എന്ത് സംഭവിക്കും? നോക്കുക, ഡൊണേറ്റിംഗ് ഗ്രൂപ്പിൽ ചെന്ന് അറ്റാക്ക് ചെയ്തു. OCOCH3 ആയിരിക്കും എനിക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. COOH ഒന്നും സംഭവിക്കില്ല, അതേപോലെ തന്നെ നിൽക്കും. ഐഡിയ കിട്ടിയോ? ഇതാണ് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. ഇതേപോലെയുള്ള ബാക്കിയെല്ലാം ഇതാണ് ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇതേപോലെ ഒരു 6 സെറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഗാനിക് കെമിസ്ട്രി മുഴുവൻ കംപ്ലീറ്റ് ആവും. സോ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ലാതെ ശ്രദ്ധിച്ചോളുക. ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്താൽ എവിടെ പോകുന്നു? ഒരു ഇലക്ട്രോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്താൽ എവിടെ പോകുന്നു? ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്കറിയാം ഓർത്തോ പാരാ പൊസിഷനിൽ നെഗറ്റീവ് ചാർജ് ആണ്. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയോഫൈൽ ഒന്നുകിൽ ഓർത്തോയിൽ പോകും, അതല്ലെങ്കിൽ പാരാ പൊസിഷനിൽ പോകും. ഓക്കെ, ഇനി ഒരു ഇലക്ട്രോഫൈൽ ആണ് വരുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ക്ഷമിക്കാം, ന്യൂക്ലിയോഫൈൽ നെഗറ്റീവ് ചാർജ് ഉള്ളവരാണ് വരുന്നത്. സോ എവിടെ പോകുന്നു? മെറ്റാ പൊസിഷനിൽ പോകുന്നു. ഒരു ഇലക്ട്രോഫൈൽ ആണ് വരുന്നതെങ്കിൽ എവിടെ പോകുന്നു? ഓർത്തോ പൊസിഷൻ അതല്ലെങ്കിൽ പാരാ പൊസിഷനിലേക്കായിരിക്കും പോകുന്നത്. ഐഡിയ കിട്ടിയോ? രണ്ടാമത്തെ കേസ് നമ്മൾ സംസാരിച്ചു, ബെൻസീറിനിൽ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുവാണ്. എന്ന് പറഞ്ഞാൽ എന്റെ ഓർത്തോ പൊസിഷൻ പാരാ പൊസിഷൻ എന്ത് ചാർജാണ് കിട്ടുന്നത്? പോസിറ്റീവ് ചാർജ്. സോ ഇതിലേക്ക് ആരാണ് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്? ഒന്ന് ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യാൻ വരും, 2 ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യാൻ വരും. ഇതെല്ലാം നടക്കുന്ന ആരുടെ പ്രസൻസിലാണ്? നമ്മളെ ശ്രദ്ധിച്ചോണം. ലൂയിസ് ആസിഡ് AlCl3 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൂയിസ് ആസിഡിന്റെ പ്രസൻസിലായിരിക്കും നടക്കുക. ഓക്കെ, ലൂയിസ് ആസിഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാത്ത പക്ഷം ഫങ്ഷണൽ ഗ്രൂപ്പിൽ റിയാക്ഷൻ നടക്കും. ഓക്കെ, അപ്പൊ നോക്കുക, ന്യൂക്ലിയോഫൈൽ വന്നു, എവിടെ അറ്റാക്ക് ചെയ്യും? എന്റെ ഓർത്തോ അല്ലെങ്കിൽ പാരാ പൊസിഷനിൽ. കാരണം എന്താ? അവിടെയാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത്. ഇനി ഒരു ഇലക്ട്രോഫൈൽ വരുന്നെങ്കിൽ അത് എവിടെ പോകുള്ളൂ? മെറ്റാ പൊസിഷനിൽ പോകും. കാരണം അവിടെയാണ് ചാർജ് ഇല്ലാത്ത സാധനം, അവിടേക്ക് പോസിറ്റീവ് ചാർജ് പോകുന്നുള്ളൂ. ഇനിയിപ്പോ ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിലേക്ക്, ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ മേജർ ആയിട്ട് നിങ്ങൾക്ക് തരുന്നത് OH അല്ലെങ്കിൽ NH2, ഫീനോൾ അല്ലെങ്കിൽ അലൈൻ ആയിരിക്കും തരാൻ ചാൻസ് ഉള്ളത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു ഇലക്ട്രോഫൈലിനെ അറ്റാക്ക് ചെയ്യാൻ തന്നു. എന്ത് തന്നിട്ടില്ല? കാറ്റലിസ്റ്റ് തന്നിട്ടില്ല. നോ കാറ്റലിസ്റ്റ്. ഓക്കെ, നോ കാറ്റലിസ്റ്റ്.
എന്ത് സംഭവിക്കും? കാറ്റലിസ്റ്റ് തന്നിട്ടില്ല എങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പിൽ റിയാക്ഷൻ നടക്കും. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോഫൈൽസ് എവിടെയായിരിക്കും നിങ്ങൾക്ക് പോകുന്നത്? നിങ്ങളുടെ ബെൻസീനിലെ ഫങ്ഷണൽ ഗ്രൂപ്പിൽ, ഡൊണേറ്റിംഗ് ഗ്രൂപ്പിലേക്കായിരിക്കും പോകുന്നത്. അതായത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിലേക്ക് ആരും കൂടി അറ്റാക്ക് ചെയ്യും? ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യും. ഐഡിയ കിട്ടിയോ? ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കാര്യം കൂടി നമ്മൾ ഇത്രയും നേരം കൊണ്ട് ഡിസ്കസ് ചെയ്തു. ഒരു ഡൊണേറ്റിംഗ് ഗ്രൂപ്പും വിഡ്രോയിങ് ഗ്രൂപ്പും വന്നിട്ടുണ്ടെങ്കിൽ ആർക്കാണ് പ്രയോറിറ്റി ഉള്ളത്? ഒരു ഇലക്ട്രോഫൈൽ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിലായിരിക്കും പ്രയോറിറ്റി ഉള്ളത്. ആരെ അപേക്ഷിച്ച്? വിഡ്രോയിങ് ഗ്രൂപ്പിനെ അപേക്ഷിച്ച്. സോ നമ്മൾ സംസാരിച്ച ഇത്രയും കാര്യങ്ങളാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് സംസാരിച്ചത്. ഇത്രേ ഉള്ളൂ ഫുൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. സോ എത്ര പോയിന്റുകൾ? 1, 2, 3, 4, 5, 6 പോയിന്റുകൾ നിസ്സാരമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് നോക്കി. ബെൻസീന്റെ മാത്രം റിയാക്ഷൻസ് ആണ്. നമ്മൾ ഏതൊരു എൻട്രൻസ് എക്സാമിന് പോയാലും ഇതേ ബെൻസീന്റെ റിയാക്ഷൻ വെച്ച് 3 or 4 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇതിൽ നിന്ന് മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണോ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണോ? ഈ എങ്ങനെയാണ് ഈ ഡൊണേറ്റിംഗ് ഗ്രൂപ്പിനെയും വിഡ്രോയിങ് ഗ്രൂപ്പിനെയും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞതായിരുന്നു. അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അത് കിട്ടിയാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളത് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അപ്പം ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇതേപോലെ ഒരു 4 മെത്തേഡ് കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓർഗാനിക് കെമിസ്ട്രി മുഴുവനായിട്ടും കംപ്ലീറ്റ് ആക്കാം. സിമ്പിൾ ആയിട്ട് ഒരു എൻട്രൻസ് എക്സാമിൽ മിനിമം 10-12 ക്വസ്റ്റ്യൻസ് ഓർഗാനിക് കെമിസ്ട്രിയിൽ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് 10 ക്വസ്റ്റ്യൻ നിമിഷ നേരങ്ങൾ കൊണ്ട് ഇത് ചെയ്തെടുക്കാൻ നമുക്ക് എത്ര സമയം വേണ്ട? 1 മിനിറ്റ് പോലും വേണ്ട. ക്വസ്റ്റ്യൻ നോക്കുക, ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണോ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണോ നോക്കുക, അറ്റാക്ക് ചെയ്യാൻ വരുന്ന ന്യൂക്ലിയോഫൈൽ ആണോ ഇലക്ട്രോഫൈൽ ആണോ നോക്കുക, കാറ്റലിസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഇത്രയും നോക്കിയാൽ നമുക്ക് ആൻസർ ആയി. സോ നിസ്സാരമാണ്, ശ്രദ്ധിക്കുക, വളരെ കെയർഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാം. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ വരുന്ന പുറകെയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.